ചിതൽവെട്ടിയിൽ ജനങ്ങളെ ഭീതിയിലായിട്ടിരുന്ന പുലികളിലൊന്ന് കൂട്ടിലായി. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ 3:30-ഓടെ പുലി അകപ്പെട്ടത്. ഏകദേശം 5 വയസ്സ് പ്രായമുള്ള പുലിയാണ് പിടിയിലായത്. വെറ്റിനറി സർജൻ എത്തി പുലിയുടെ ആരോഗ്യനില പരിശോധിക്കും. ഇതിനുശേഷം കക്കി വനമേഖലയിൽ പുലിയെ തുറന്നുവിടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ചിതൽവെട്ടി എസ്റ്റേറ്റിനുള്ളിലെ പൊരുന്തക്കുഴി വെട്ടിയയ്യം കശുവണ്ടി എസ്റ്റേറ്റിനുള്ളിലാണ് കഴിഞ്ഞ മാസം നാട്ടുകാർ പുലിക്കൂട്ടങ്ങളെ കണ്ടത്. 2 വലിയ പുലികളും കുഞ്ഞുങ്ങളുമുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ കശുമാവിൻ എസ്റ്റേറ്റ് ആണ് ഈ മേഖലയിലുള്ളത്. ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അകലെയായിട്ടാണ് വനമേഖലയുള്ളത്. 2 പുലികൾ മാത്രമാണ് ഉള്ളതെന്നും വിദൂരതയിൽ നിന്ന് കണ്ടതിനാലാണ് കുഞ്ഞുങ്ങൾ ഒപ്പമുണ്ടെന്ന് തോന്നിയതെന്നുമാണ് വനം വകുപ്പിന്റെ നിഗമനം. ഇതേ തുടർന്ന് ആദ്യം ചിതൽവെട്ടി മേഖലയിൽ പുലി സാന്നിധ്യം തിരിച്ചറിയാൻ വനം വകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. വെള്ളം അടിക്കണ്ടേ അറിയോ? ചിതൽവെട്ടി വെട്ടി അയ്യം മേഖലയിൽ 3 ക്യാമറകളാണ് പത്തനാപുരം റേഞ്ചിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചത്. ദൃശ്യങ്ങളിൽ പുലി സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെയാണ് ഒരാഴ്ച മുൻപ് പുലിക്കൂട് സ്ഥാപിച്ചത്. ഇതിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയത്. പുലി കൂട്ടിലായെങ്കിലും പ്രദേശവാസികളുടെ ഭീതി ഒഴിഞ്ഞിട്ടില്ല. SFCKയുടെ പത്തനാപുരം ചിതൽവെട്ടി എസ്റ്റേറ്റിന്റെ പല ഭാഗങ്ങളിലായി 2 മാസത്തിനിടെ പലതവണ പ്രദേശവാസികളും തോട്ടം തൊഴിലാളികളും പുലിക്കൂട്ടത്തെ കണ്ടിരുന്നു. എസ്റ്റേറ്റിനുള്ളിലെ വെട്ടിയയ്യം, തൊണ്ടിയാമൺ, ചിതൽവെട്ടി, സെന്റ് മേരീസ് നഗറിലെ ജനവാസ മേഖലയായ നെടുംപറമ്പ് തുടങ്ങിയ മേഖലകളിലാണ് പലപ്പോഴായി പുലിയെ കണ്ടത്. തൊഴിലാളികൾക്ക് ജോലിക്ക് പോകുവാൻ പോലും കഴിയാത്ത തരത്തിൽ ഭീതി വളർത്തിക്കൊണ്ട് പകൽ സമയങ്ങളിൽ പോലും പുലിക്കൂട്ടം കറങ്ങി നടക്കുകയായിരുന്നു. ജനങ്ങളുടെ പ്രതിഷേധം വർദ്ധിച്ചതോടെയാണ് വനം വകുപ്പ് അധികൃതർ വെട്ടിയയ്യം ഭാഗത്ത് പുലിക്കൂട് സ്ഥാപിച്ചത്. ഇപ്പോൾ പുലിക്കൂട്ടിലാണെങ്കിലും ഇനിയും കൂട്ടത്തിൽ പുലികൾ ഉണ്ടെന്നുള്ളതിനാൽ പ്രദേശവാസികളും തൊഴിലാളികളുടെയും ഭീതി ഒഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ പുലിക്കൂട് ഇവിടെയോ സമീപത്തോ മറ്റു സ്ഥലങ്ങളിലോ നിലനിർത്താനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.